ദൈവവിശ്വാസിയായ തോബിത്ത്. ദൈവവിശ്വാസത്തിൻ്റെ അടിയുറച്ച മാതൃകയാണ് തോബിത്ത്. സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ ചരിക്കുന്നവർക്ക് എന്നും ആശ്രയവും അഭയവുമായ ദൈവം കൂടെയുണ്ടാവുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പഴയ നിയമത്തിലെ തോബിത്ത്. വെറും 14 അധ്യായങ്ങൾ മാത്രമുള്ള തോബിത്തിൻ്റെ പുസ്തകം ദമ്പതികളുടെ അനുഗ്രഹമാണ്. ദാമ്പത്യ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഗ്രന്ഥകാരൻ വെളിപ്പെടുത്തുന്നുണ്ട്. തോബിത്ത് ആരാണ് എന്നെല്ലാവർക്കും അറിയാം. BC 721 നിനെവേയിലേക്ക് നാട് കടത്തപ്പെട്ട യഹൂദരിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തോബിത്ത്. കടുത്ത ദൈവവിശ്വാസി, ദാമ്പത്യ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവൻ, സുഹൃത ജീവിതത്തിനുടമ എന്നെല്ലാം വിശേഷണങ്ങൾ തോബിത്തിനുണ്ട്. വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങൾക്ക് ബാൽ ദൈവങ്ങൾക്കും എതിരായി വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഇസ്രായേലിൻ്റെ ശാശ്വത നിയമം അനുസരിച്ച് സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിൽ ജീവിച്ച തോബിത്ത് ദൈവമഹത്വത്തിനായി എന്നും നിലകൊണ്ടു. ആദ്യ ഫലങ്ങളും ദശാംശവും നൽകുന്നതിൽ ഒരിക്കലും വീഴ്ച വരുത്താത്ത മനുഷ്യനാണ് തോബിത്ത്. ആദ്യഫലം ദൈവത്തിൻ്റെതാണെന്ന് ഉറച്ചു വിശ്വസിച്ച മനുഷ്യൻ. പഴയ നിയമ പുസ്തകത്തിൻ്റെ ഭാഗമാണെങ്കിലും അനുകാലിക ജീവിതത്തോടും വളരെ അടുത്തു നിൽക്കുന്ന കഥയാണ് തോബിത്തിൻ്റേത്. തോബിത്ത് തന്നെ എഴുതുന്ന ഡയറി പോലെയാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഞാൻ തോബിത്ത് എന്ന് പറയുന്നതോടുകൂടി തുടങ്ങുന്ന ജീവിത പരാമർശങ്ങൾ തോബിത്തിൻ്റെ മകനായ തോബിയാസിൻ്റെ മരണത്തോടെ അവസാനിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിൽ മനുഷ്യൻ്റെ ആയുസ് കുറയുന്ന ഒരു രീതിയുണ്ട്. പിതാവിൻ്റെ ആയുസ്സിൽ നിന്ന് വളരെ കുറവായിരിക്കും പുത്രൻ്റേത്, പുത്രനേക്കാൾ കുറവായിരിക്കും പൗത്രൻ്റേത്. തോബിത്തിൻ്റെ പുസ്തകത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. തോബിത്ത് 188 വയസ്സിൽ മരിച്ചു. തോബിയാസ് 127 വയസ്സിലും ദൈവകാരുണ്യം അനുഭവിച്ച തോബിത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവം കാരുണ്യം വർഷിച്ചു. അന്നയാണ് തോബിത്തിൻ്റെ ഭാര്യ. പലവിധ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും എല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി നൽകി ദൈവം തോബിത്തിനെ രക്ഷിച്ചു. എന്നും കാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വാസത്തോടെ പറഞ്ഞ തോബിത്തിനെയും മകനെയും സഹായിക്കുന്നതിനായി ദൈവം തൻ്റെ 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനായ റഫായേലിനെ അയച്ചു. പിന്നീടാണ് റഫായേലിൻ്റെ രംഗപ്രവേശനം. പരീക്ഷണങ്ങളുടെ കാലഘട്ടം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അത് പല രീതിയിലും ഭാവത്തിലുമായിരിക്കും. തോബിത്തിനും അങ്ങനെയൊരു അവസ്ഥയുണ്ടായിരുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും നഗ്നർക്ക് വസ്ത്രം കൊടുക്കുകയും തൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടനെ സംസ്കരിക്കുകയും ചെയ്ത തോബിത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവം സ്വയം ഇടപെട്ടു. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനായ റഫായേലിനെ തന്നെ ദൈവം അവരുടെ അടുത്തേക്ക് അയച്ചു. തോബിത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഇവയെല്ലാമാണ്. റഫായേലിൻ്റെ സഹായത്താൽ തോബിത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം വർഷിച്ചു. 58-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട തോബിത്തിന് റഫായേലിൻ്റെ സഹായത്തോടെ 8 വർഷത്തിന് ശേഷം കാഴ്ച നൽകി. അന്ധന് കാഴ്ച നൽകിയ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി ദൈവം തോബിത്തിനെ രക്ഷിച്ചു. തോബിത്തിൻ്റെ മകനായ തോബിയാസിൻ്റെ ഭാര്യയായ സാറ അസ്മോദോവോസ് എന്ന ദുഷ്ടപിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. അതിനാൽ അവൾ വിവാഹം കഴിച്ച 7 ഭർത്താക്കന്മാർ വധിക്കപ്പെട്ടു. ദൈവം റഫായേലിനെ അയച്ചു എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും സാറായെ മോചിപ്പിച്ചു. ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കി എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷിച്ചു. അവന് ദൈവസാക്ഷിയായ ഒരു മകനെയും നൽകി. നിനവെ വിട്ടുപോകുമ്പോൾ പറയുന്ന ദൈവം
തോബിത്തിനെയും സന്തതികളെയും വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് വരെ രക്ഷിച്ചു. നീതിനിഷ്ഠമായി പ്രവർത്തിച്ചാൽ എല്ലാ ചെയ്തികളിലും ഐശ്വര്യം കൈവരുമെന്നാണ് തോബിത്തിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് എന്ന് സാരം.